വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പാവറട്ടിയിൽ നിന്ന് മാറിയിട്ട് തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള എളവള്ളി പഞ്ചായത്തിലൂടെയാണ്. അവിടുത്തെ പള്ളി സെമിത്തേരിയോട് ചേർന്നുള്ള റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ ബെത്സൈദ കോൺവെൻറ്റിനോട് ചേർന്ന് സമരിറ്റൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ബെത്സൈദ അഗതി മന്ദിരത്തേക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ റോഡ് കപ്പാര റോഡ് എന്നും അറിയപ്പെടും. അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ കപ്പാറ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ റോഡിലൂടെ നടന്നാലാണ് നമ്മൾ ഈ സെമിരിറ്റൻ സിസ്റ്റേഴ്സ് നടത്തുന്നതായിട്ടുള്ള ഈ ബെത്സൈദ അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ മുമ്പ് ഒരു 6 അന്തേവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 16ഓളം അന്തേവാസികൾക്ക് അവിടെ അഗതികളായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾക്കാണ് ഇവിടെ അവർ അഭയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാട്ടിലെ മാലാഖമാരാൽ നടത്തപ്പെടുന്ന ഒരു അഗതി മന്ദിരം എന്ന് വേണം ഇതിനെ പറയാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പാവറട്ടി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വെച്ച് അവിടെ വർഷങ്ങളോളം ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന കുഞ്ഞുമോൻ ചേട്ടൻ എന്ന ആളുടെ ഒരു ദയനീയ സ്ഥിതി നമ്മളവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ആരും നോക്കാനില്ലാതെ അദ്ദേഹം 2-3 ദിവസത്തോളം ആ കൺഫർട്ട് സ്റ്റേഷൻ്റെ ആ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കേണ്ടി വന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് അറിയിക്കുകയും അതിനെ രാത്രി ഒരു 2 ദിവസം മുമ്പ് രാത്രിയിൽ പാവറട്ടി സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാവറട്ടി സ്റ്റേഷനിലെ എസ് ഐ സാറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സംയോജിതമായ ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ആ അഗതി മന്ദിരത്തിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അപ്പോൾ രാത്രി 8 മണിയോടുകൂടിയാണ് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി മോശമായ രീതിയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടനെ തന്നെ സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ സാർ പഞ്ചായത്ത് പ്രസിഡന്റിന് വിവരം അറിയിക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തിന് ബന്ധുക്കളെ അറിയിക്കുക, അതല്ലെങ്കിൽ അതേ അവസ്ഥയിൽ കിടത്താതെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങളിലോ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ കിടന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി 8 മണിയാകുമ്പോഴേക്കും 8-8:30 ആകുമ്പോഴേക്കും പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരും വേണ്ടപ്പെട്ട ആളുകളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുകയും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ചില പേപ്പർ വർക്കുകൾ റെഡിയാവുന്നതിന് വേണ്ടിയിട്ട് 2-3 ദിവസത്തോളം അതിൽ 2 ദിവസത്തോളം അദ്ദേഹത്തിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മക്കളാരും ഒരു കാരണവശാലും അദ്ദേഹവുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ വർക്കുകളെല്ലാം റെഡിയാക്കിയിട്ട് 6-8 പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം സംയോജിതമായിട്ട് അദ്ദേഹം നിർവഹിച്ചു. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതിനെ കാരുണ്യത്തോടെ വളരെ സമചിത്തതയോടെ അതിനെ കൈകാര്യം ചെയ്ത പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ്. അപ്പോൾ അവരുടെ സമയോചിതമായ ഇടപെടൽ മാത്രമല്ല 9:30 ആകുമ്പോൾ വീണ്ടും അവർ ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പാവറട്ടി ഈ കൺഫറൻസ് സ്റ്റേഷനിലേക്ക് വാഹനവുമായി എത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ശക്തമായ നിർദ്ദേശപ്രകാരം തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഇദ്ദേഹത്തിൻ്റെ ഈ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് ഭാഗമായിട്ട് പേപ്പർ വർക്കുകളും മറ്റുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിയുക എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് പാവറട്ടിയിൽ ഇത്തരത്തിൽ അഗതികളെ സംരക്ഷിക്കാൻ ആ ഒരു സ്ഥലമില്ല. നമുക്ക് 6-ാം വാർഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 8ഓളം ഫാമിലി, അത് ഫാമിലികളാണ് അവരവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ അഗതികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം തികഞ്ഞിട്ടുള്ള ആളുകളെ വീടുകളിൽ നിന്നെല്ലാം പുറത്താക്കുന്നത് മക്കൾക്ക് വേണ്ടാത്ത അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുന്നുള്ള ഒരു സംവിധാനം പാവറട്ടിയിൽ ഇല്ല എന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ എളവള്ളി പഞ്ചായത്തിനെ അവർക്ക് ആശ്രയിക്കേണ്ടി വന്നത്. എന്നിരുന്നാലും എളവള്ളി പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിലുള്ള ഈ ബെത്സൈദ അഗതി മന്ദിരത്തിലെ ഈ 3 മാലാഖമാരെന്ന് പറയുന്നത് അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ കഥകളിലും മറ്റുമെല്ലാം വായിച്ചിട്ടുള്ള മാലാഖമാരെ നമ്മൾ ഭൂമിയിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള അഗതികൾക്ക്, അതായത് അനാഥർക്ക് ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് ഒന്നും ആഗ്രഹിക്കാതെ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളെ അവരെ നമ്മൾ മാലാഖമാർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അവരുടെ ആ ഒരു കാരുണ്യം കൊണ്ടും അവരുടെ ആ ശുശ്രൂഷ കൊണ്ടുമാണ് അവിടുത്തെ പല ആളുകളും, നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ പാവറട്ടിയിൽ ജോലി ചെയ്തിരുന്ന ഒരു കുമാരൻ ചേട്ടനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ നമ്മൾ ആ അഗതി മന്ദിരത്തിൽ വെച്ച് കാണാൻ സാധിച്ചു. അദ്ദേഹം
രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി, മറ്റുള്ള കുടുംബക്കാരെല്ലാം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് സന്ദർശിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇതിൽ കാണിച്ചിട്ടുള്ള കുഞ്ഞുമോൻ ചേട്ടൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇദ്ദേഹവും ആ അഗതി മന്ദിരത്തിലേക്ക് എത്തപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനും അതുപോലെ തന്നെ വളരെ കുഞ്ഞുമോൻ ചേട്ടന് പല കാര്യങ്ങളിലും അദ്ദേഹത്തെ അറിയാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ടാണ് ഈ കുമാരൻ ചേട്ടനെ നമുക്കിതിൽ ഇന്ന് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ 15ഓളം ആളുകൾ, അപ്പോൾ 16 ഇന്ന് ഒരാൾ കൂടി വരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 16ഓളം ആളുകളെ യാതൊരു ലാഭേച്ഛയും വെച്ചാൽ ഈ മറ്റുള്ള ഇവിടെ നിന്നുള്ള മറ്റൊരു അതും ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ആ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള 16ഓളം ആളുകൾക്ക് സേവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ കാവ്യമുണ്ടെടുത്ത് കാണുന്ന ആളാണ് ഈ കുമാരൻ ചേട്ടനാണെന്നാണ് എൻ്റെ ധാരണ. അതെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലിട്ടാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസന്നത നമുക്ക് കാണാൻ കഴിയും. വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ സിസ്റ്റർമാർക്ക് അവരുടെ വീഡിയോ എടുക്കുന്നതിനെ പറ്റി അവർക്ക് വലിയ ഒരു താല്പര്യക്കുറവ് പറഞ്ഞു. അത് അവർ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർ ജനങ്ങൾ അവരുടെ ഇത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സേവനത്തെ പറ്റി ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീഡിയോ നമ്മൾ റിവീൽ ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ രീതിയിലുള്ള വീഡിയോ ഷൂട്ട് ചിത്രീകരിക്കാനുള്ള പെർമിഷൻ തരികയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് പാവർട്ടിയിലെ ചില സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അവരെ പോലത്തെ പല ആളുകളും പച്ചക്കറി കടകളായാലും മറ്റു കടകളായി കഴിഞ്ഞാൽ പലചരക്ക് കടകളായാലും അവരുടെ എല്ലാവരുടെയും ഒത്തായ സഹകരണത്തോടെയാണ് ഇത്തരത്തിലൊരു സ്ഥാപനം എളവള്ളി പഞ്ചായത്തിൽ ഇവിടെ നടന്നു പോരുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് കുഞ്ഞുമോൻ ചേട്ടൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ബസ് സ്റ്റാൻഡിലെ അവശനിലയിൽ ആരും നോക്കാനില്ലാതെ അവിടെ കിടന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കിടപ്പ് രോഗിയായതുകൊണ്ട് അവിടെ കിടന്നിടത്ത് തന്നെ വെച്ച് അദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു. വളരെ സന്തോഷവാനാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നത് വഴി ജനങ്ങൾക്ക് അത് വളരെയധികം ഉപകാരമാകുമെന്നാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. ഇത് അവശ്യ രീതിയിൽ പാവർട്ടി ബസ് സ്റ്റാൻഡിൽ കോൺഫറൻസ് സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് ഷെഡിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയ കുഞ്ഞുമോൻ ചേട്ടന്റെ സംഭാഷണമാണ്. മക്കൾ എത്ര പേരുണ്ട്? രണ്ടാള്. പെൺകുട്ടികളോ പെൺകുട്ടികളോ? പെൺകുട്ടികൾ അല്ലേ? എവിടെ ഒരു കല്യാണം കഴിച്ചിട്ടൊക്കെ അവര് താമസിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല. താമസിപ്പോ എവിടെ? ഒരു മുണ്ടൂർ അല്ലേ? അപ്പൊ അവര് നമ്മളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. ഈ അസുഖമായിട്ട് കിടപ്പില്ലാന്നുള്ള വിവരങ്ങൾ അവർക്ക് അറിയോ? അവരായിട്ട് ഇപ്പൊ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല? ഞങ്ങൾ ബന്ധപ്പെടാറൊന്നുമില്ല ഫോണില്? ഇല്ല. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും സംഘടന മുഖാന്തരം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഈ ഓൾഡ് ഏജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയി കഴിഞ്ഞാൽ ചേട്ടന് പോകാൻ താല്പര്യം ഉണ്ടാവും? അഗതി മന്ദിരത്തിലേക്ക് എത്തപ്പെട്ട ശേഷം കുഞ്ഞുമോൻ സന്തോഷവാനായ രീതിയിൽ കുഞ്ഞുമോൻ ചേട്ടന്റെ പ്രതികരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് കുഞ്ഞുമോൻ ചേട്ടന്റെ പ്രതികരണത്തോടെ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ. എപ്പോഴും ഇങ്ങോട്ട് വന്നു കുഞ്ഞുമേട്ടൻ? ഇന്ന് കൊടുന്നല്ലേ? അപ്പൊ പഞ്ചായത്തിന്റെ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടായിരുന്നു. കാരണം അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അസുഖങ്ങളൊക്കെ കുറവില്ലേ? നീരൊക്കെ കുറഞ്ഞില്ലേ കാൽമേലത്തെ അല്ലേ? ശരി കേട്ടോ. അപ്പൊ സന്തോഷം ഇങ്ങനെ കണ്ടേനേ. ശരി.